Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, ലിസാമാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അറിയാം, എന്നാൽ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ആരുടെയും വരാറില്ല എന്നതാണ് സത്യം. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് വലുപ്പമുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുഴയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ വിസ്താരമുള്ള ഒരു ബൗൾ എടുക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ആട്ട, അതായത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ആട്ട എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പാണ് വെള്ളം വേണ്ടത്. അപ്പോൾ 1 കപ്പ് ആട്ടയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം വേണം. അപ്പം ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഞാനൊരു 1/2 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പൊടിച്ചു വെച്ചേക്കുന്നൊക്കെ ആണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാനിപ്പം വാങ്ങിച്ചത് അത് അരിച്ച് എല്ലാം വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. കൈ കൊണ്ട് ഇളക്കിയാലും മതി കേട്ടോ. ഞാനിപ്പം വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഫോർക്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 2 കപ്പ് ആട്ടയ്ക്ക് 1 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്, ഇളം വെള്ളം. അപ്പം നിങ്ങൾ 1 കപ്പ് ആട്ടയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം മതിയാവും. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിന് അല്പമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എനിക്കിത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം നല്ലൊരു ചൂടുള്ളത് കൊണ്ട് കുറച്ച് ഞാൻ ഫോർക്കിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറി ഏകദേശം ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം വെള്ളം വേണോ വേണ്ടായോ എന്ന്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കൂടി പോകാതിരിക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം. അപ്പം ഞാൻ ഇപ്പം ഈ സമയത്തല്ല ഓയിൽ ചേർക്കുന്നത്, അല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഓയിൽ ചേർക്കാം. ഞാൻ സാധാരണയായിട്ട് എല്ലാം കുഴച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓയിൽ ചേർക്കാറുള്ളത്. ഈ സമയത്ത് ചേർത്തെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതാ ഇപ്പം ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നുണ്ട്. ഇത്രയും വെള്ളം മതി. ഇതിൽ കൂടുതൽ ഇനിയും വെള്ളം ഒട്ടും വേണ്ട. ഇതെനിക്ക് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. കയ്യിലൊന്നും അധികം ഒട്ടിയൊന്നും പിടിക്കുന്നില്ല. ഇനിയും കുറച്ച് എണ്ണയും കൂടി ഇട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയും ഉണ്ടാക്കി കഴിയുമ്പം ആ ചപ്പാത്തിയുടെ അവസ്ഥ കാണുമ്പം നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല. അതാണ് സത്യം. ഇനി നമ്മൾ 1 ടീസ്പൂണ് ഓയിലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയുമാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി തുടങ്ങുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലാണ് നമ്മുടെ ചപ്പാത്തിയുടെ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കാരണം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചപ്പാത്തി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. അപ്പോൾ കണ്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഈ കൈയുടെ മുഷ്ടി ഉണ്ടല്ലോ, അവിടെ കൊണ്ട് വേണം നമ്മൾ ആദ്യം ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി. അപ്പം നന്നായിട്ടങ്ങ് പ്രസ്സായി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും. ഇപ്പം തന്നെ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ലതായിട്ട് തന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം എനിക്ക് അധികം ബലമൊന്നും പ്രയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പം നന്നായിട്ട് തന്നെ ഇപ്പോൾ സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി അല്ലാതെ തന്നെ ഇങ്ങനൊന്ന് കുഴച്ചുകൂടെ എടുക്കണം കണ്ടോ. നല്ലതായിട്ട് ഉരുട്ടി ഒന്ന് കുഴച്ചെടുക്കുക കണ്ടോ. ഇങ്ങനെ വേണം ഇനി നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി. ഇപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ലതായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉരുട്ടി നമുക്കിനി ഒന്ന് വെക്കാം കണ്ടോ. വലിയ ബൗളായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
വെക്കുവാണെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയതിന് ശേഷം ഒരു എന്തെങ്കിലും വേറൊരു ബൗളും കൊണ്ട് വേണമെങ്കിൽ മൂടി വെക്കണം. അല്ലെങ്കിൽ നനഞ്ഞ ടവലും കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും മൂടി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒരിക്കലും നിങ്ങൾ ഇത് ഓപ്പണായിട്ട് വെക്കരുത്. ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആ മാവ് കുറച്ച് ഉണങ്ങിയതായി കുറച്ച് കട്ടിയുള്ളതായി തീരും. അപ്പം ഞാനിതിപ്പം വെക്കുന്നൊന്നുമില്ല, ഇപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുവാണ്. അപ്പം നമുക്ക് ചപ്പാത്തി കല്ലയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. നീളത്തിൽ ഒന്നുകൂടെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് എത്രയാണോ വലിപ്പമുള്ള ചപ്പാത്തി വേണ്ടത് അത്രയനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ചെറിയ ചപ്പാത്തി മതിയെങ്കിൽ ചെറിയ ഉരുളകളാക്കാം. പൂരിയുടെ കാട്ടിലും കുറച്ചുകൂടെ വലിപ്പം അത്രയുള്ള ചപ്പാത്തി. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലിപ്പമാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു 9 ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇതിനെക്കാട്ടിലും ചെറുതാക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു 13-14 എണ്ണമൊക്കെ കിട്ടും. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഒരുപാട് അങ്ങ് പൊടി ചേർക്കരുത്. ജസ്റ്റ് ഒന്ന് പൊടിയിൽ 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പം പരത്താൻ പോകുന്നത്. ഇതാ കണ്ടോ, അപ്പുറം ഇപ്പം തിരിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പരത്തി ഒരുപാട് കട്ടിയാവരുത്, ഒരുപാടങ്ങ് തിന്നുമായി പോകരുത്. എങ്കിൽ ഒത്തിരി അങ്ങ് തിന്നായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി അത്ര അങ്ങോട്ട് പൊങ്ങി വരത്തില്ല. അപ്പം ഏകദേശം നല്ല വലിപ്പത്തിലുള്ള ഒരു ചപ്പാത്തി തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടോ, പറ്റിയൊന്നും പിടിക്കുന്നില്ല. അഥവാ നിങ്ങൾക്ക് പറ്റി പിടിക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരല്പം പൊടിയും കൂടെ ഒന്ന് വിതറി കൊടുക്കുക. ഇപ്പം ഇതാ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചപ്പാത്തി വന്നിട്ടുണ്ട്. അപ്പം മാവ് നമ്മൾ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പരത്തുമ്പം ഷേപ്പായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടിഫിൻ ബോക്സിൻ്റെ അടപ്പ് കൊണ്ടുവല്ലോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഷേപ്പാക്കി കിട്ടും. അപ്പം കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഉടനെ ചുട്ടെടുക്കുകയാണ്. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് പരത്തിയതിന് ശേഷമാണ് ഞാനിത് ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. പറ്റി പിടിക്കുന്ന ഒന്നുമില്ല. പറ്റി പിടിക്കുന്നുണ്ട് എന്ന് വരുമ്പോൾ കുറച്ച് നമുക്ക് പൊടിയൊന്ന് തടവി കൊടുക്കാവുന്നതാണ്. വളരെ വേഗം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ കുഴയ്ക്കുന്ന ഇത് ഒത്തിരി വെള്ളമായി പോയി കഴിഞ്ഞാലും ഒരുപാട് അങ്ങ് ഹാർഡായാലും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ടൈം നമുക്ക് വേണ്ടി വരും. ഇത് നമുക്ക് ഒത്തിരി ടൈം ഒന്നും വേണ്ട. പെട്ടെന്ന് തന്നെ കുഴച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പെട്ടെന്ന് പരത്തുകയും ചുടുകയും എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയായി കിട്ടും. അടുത്ത ചപ്പാത്തിയും കൂടെ ചപ്പാത്തി മാവും കൂടെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇത് നമുക്കൊന്ന് ടിഫിൻ ബോക്സ് വെച്ച് അതൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചിലർ പരത്തുന്നത് അത് ശരിയാകുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനത്തെ ഒരു വലിയൊരു ടിഫിൻ ബോക്സിൻ്റെ അടപ്പോ അങ്ങനെ ഈ സൈഡ് നല്ല കൂർത്ത എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ കണ്ടോ നല്ല റൗണ്ടിലുള്ള ചപ്പാത്തി നമുക്ക്. അപ്പം നമ്മൾ ചപ്പാത്തിക്കുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാൻ വെച്ചു, നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. അല്ലാതെ ഒരുപാട് നേരം തവയിൽ അങ്ങനെ വെക്കരുത്. എന്നിട്ട് നമ്മൾ ചട്ടുകം കൊണ്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്താൽ പൊങ്ങി വരുന്ന കണ്ടോ. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയൊക്കെ ചേർക്കാം. അല്ല എണ്ണയോ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതായിട്ട് എൻ്റെ ചപ്പാത്തി പൊങ്ങി തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല കുടുന്ന് വരുന്നത് കണ്ടോ. അപ്പം വലിയ സമയമൊന്നുമില്ല. നമ്മൾ ഇപ്പം കണ്ടില്ലേ എത്ര നേരം വേണ്ടി വന്നെന്ന്. ഒരുപാട് സമയമൊന്നും വേണ്ട. കണ്ടോ, ആദ്യത്തെ ചപ്പാത്തി എൻ്റെ റെഡി ആയി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിക്കഴിഞ്ഞു, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരെണ്ണം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരെണ്ണം കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ചെറിയൊരു കുമ്പളകൾ വന്നതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് തിരിച്ചിടുകയാണ്. അത് വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ ആ സൈഡുമായി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചട്ടുകം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കോട്ടൺ തുണി കൊണ്ട് പ്രസ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. കണ്ടോ, നല്ലതായിട്ട് തന്നെ പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞതായാലും പറ്റത്തില്ല. അപ്പം ഞാൻ ആ ഒരെണ്ണത്തിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയായിരുന്നു. മൂന്നാമത്തേത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് തിരിച്ചിട്ടു. പെട്ടെന്ന് തന്നെ ആവും. ഒന്ന് കുമ്പളകൾ വരുന്ന കണ്ടോ.
ഇനിയിപ്പോൾ ഇതാ ഒരു കോട്ടൺ തുണി കൊണ്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇതാ അവൻ അങ്ങോട്ട് പൊങ്ങി വരുന്നത് കണ്ടോ, ഇങ്ങനെ ഇതാ നല്ല ബോൾ പോലെ അങ്ങായി വരും. ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. ഒരു 10 ചപ്പാത്തിയെങ്കിലും അവിടെ ഇരുന്ന് നമ്മൾ കഴിക്കും. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തി മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണത്തേൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ നെയ്യും തടവി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ, ഒരു പേഴ്സ് പോലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഇനി ഉണ്ടാക്കി ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ആരും ചപ്പാത്തി ഉണ്ടാക്കാതിരിക്കരുത്. നല്ല സൂപ്പറായിട്ടുള്ള ചപ്പാത്തികൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞ 1-2 ടിപ്സുകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുക. ഇപ്പോൾ ഈ ചൂടുവെള്ളം ഇല്ല എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഞാൻ അടുത്തൊരു വീഡിയോ പച്ചവെള്ളം കൊണ്ട് അതായത് സാദാ വെള്ളം കൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ ചൂടുവെള്ളം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ ഒരുപാട് ഹൈയിലുമല്ല ഒരുപാട് ലോ ഫ്ലെയിമിലും വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിലും ഇട്ട് മാറി മാറി നമ്മൾ ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. പിന്നെ ചപ്പാത്തി തവയെ വെച്ചിട്ട് നമ്മൾ എങ്ങോട്ടും മാറരുത്, അത് വെച്ചിട്ട് പോകരുത്. അപ്പം പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ചപ്പാത്തി ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായില്ലേ? അപ്പം നിങ്ങൾക്കെല്ലാം വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിൻ്റെ ചെറിയ ഒരു കൊച്ചു ബെല്ലൈക്കൺ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ഓൾ എന്ന ബട്ടൺ സെറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സെറ്റ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരുപാട് മെത്തേഡുണ്ട് കേട്ടോ. ഇങ്ങനൊന്നും അല്ല, ഒരുപാട് മെത്തേഡിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. പല വെറൈറ്റീസിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഓരോന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടും. അപ്പം നിങ്ങളെല്ലാവരും കയറി കാണണം. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കയറി ഒന്ന് കാണണം. അപ്പം വീണ്ടും പുതിയൊരു വെറൈറ്റി ഡിഷസുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.